കെടുകാര്യസ്ഥതയും അഴിമതിയും ബഹുജനങ്ങളുടെ ഇടയിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് രാവിലെ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ ഈ പ്രതിരോധ സമരത്തിൽ ഒത്തുചേർന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുൻ നഗരസഭാ ചെയർമാനും കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ അഡ്വക്കേറ്റ് ഗിരീഷ് കഴിഞ്ഞ 4.5 വർഷത്തിലേറെയായിട്ട് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളെ സംബന്ധിച്ചും ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരൂർ നഗരനിവാസികൾക്ക് തിരൂരിലേക്ക് കടന്നു വരുന്ന മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കെല്ലാം അറിയാത്തതല്ല ഇന്നത്തെ തിരൂർ നഗരസഭയുടെ ശോച്യാവസ്ഥ. നഗരസഭയുടെ ഇത്തരം കൊള്ളരുതായ്മയെ സംബന്ധിച്ച് നിരവധി തവണ ഇത് പരിഹരിക്കുന്നതിന് ചെയർമാന്റെ നേതൃത്വത്തിൽ ശ്രദ്ധിക്കണം, ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയും സമരങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പക്ഷെ അതൊന്നും തന്നെ അത്തരം ആവശ്യങ്ങളോ ഡിമാൻഡുകളോ ന്യായമായ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോട് ഔചിത്യപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രകൃതമായിരുന്നില്ല ഈ കഴിഞ്ഞ കാലമത്രയും. കഴിഞ്ഞ 4 കൊല്ലത്തിലേറെയായി ഈ ഭരണസമിതി പ്രത്യേകിച്ച് ചെയർമാന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, കഴിഞ്ഞ 95-ന് ശേഷം 1995 മുതൽക്ക് കേരളത്തിൽ പഞ്ചായത്തുകളും നഗരസഭകളും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ റിസർവേഷനിലൂടെ സ്ത്രീകൾ വന്നപ്പോൾ ഭരണരംഗത്ത് എത്രയോ മെച്ചപ്പെട്ട പ്രകടനമാണ് സ്ത്രീകൾ കാഴ്ചവെക്കുന്നത്. അത് ഏത് തലത്തിലായാലും വനിതാ ഭരണാധികാരികൾ വന്നാൽ അഴിമതികൾ കുറവാണ്. അതുപോലെ കുറെ കൂടി ആത്മാർത്ഥമായി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ തൽപരരാണ് എന്ന പൊതുസ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിനെല്ലാം ഒരു അപവാദമായി പൊതുവെ ഉണ്ടായിട്ടുള്ള ആ ട്രെൻഡിന് ഒരു അപവാദമായി മാറിയിരിക്കുകയാണ് തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ. അങ്ങേയറ്റം ലജ്ജാകരമാണ്. പ്രതിപക്ഷത്ത് ഉള്ളവർ മാത്രമല്ല ഇത്, ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അനുഭാവികൾ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയുന്നത് ഈ നഗരസഭാ ചെയർമാൻ, ഇതുപോലൊരു ചെയർമാൻ തിരൂർ നഗരസഭ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗിരീഷ് ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്നു. ഞാനിപ്പോ വെറുതെ കടന്നു വരുമ്പോ കുറച്ച് ദൂരം തിരൂർ നഗരസഭക്കകത്തുകൂടി നടന്നു വന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് പോകുമ്പോ മൂക്ക് പൊത്താതെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാ ചപ്പ് ചവറുകളും പ്ലാസ്റ്റിക്കുകളും അതും ഇതുമെല്ലാം കൂട്ടിക്കിടക്കുന്ന നിരവധി സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നത് തന്നെ തിരൂർ നഗരസഭയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാൾക്കും ഇതിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. തിരൂർ എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 നഗരസഭകളിൽ ഒന്നാണ്. പലതുകൊണ്ട്, ഏതെങ്കിലും ഒരു കാരണമല്ല. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനങ്ങളുടെ ഒരു നാടാണ് തിരൂർ. സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ, അതും പ്രത്യേകിച്ചും തിരൂർ നഗരസഭ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് മഞ്ചേരി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയിലാക്കിയ ഈ തിരൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി അപ്ഗ്രേഡ് ചെയ്ത് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ കൂടുതൽ നിശ്ചയിച്ചു. അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്. മലപ്പുറം ഇപ്പോ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് 10-17 കൊല്ലങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മലപ്പുറം
മഞ്ചേരിയേക്കാൾ ഉൾപ്പെടെ ഒരു പടി ഉയർന്നു നിൽക്കുന്ന ഒരു നഗരസഭയാണ് തിരൂർ നഗരസഭ. ഇവിടെ നമുക്ക് സിവിൽ സ്റ്റേഷനുണ്ട്, കോടതികളുണ്ട്, ജില്ലാ ആശുപത്രിയുണ്ട്, അതുപോലെ നമുക്കിപ്പോ വാഗൻ ട്രാജഡി ഹാൾ, ടൗൺ ഹാൾ ഉണ്ട്. ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ അതെല്ലാം ആര് കൊണ്ടുവന്നത് ആണ് എന്ന് UDF ചോദിക്കില്ല. കാരണം LDFന്റെ കാലത്ത് വന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജില്ലാ ആശുപത്രിയിലാകട്ടെ, കോടതിയുടെ കെട്ടിടമാകട്ടെ, സിവിൽ സ്റ്റേഷൻ ആവട്ടെ, വാഗൻ ട്രാജഡി ഹാളാവട്ടെ, ഇതെല്ലാം LDFന്റെ ഭരണകാലത്തുണ്ടായതാണ്. തിരൂർ നഗരസഭയിലെ നിവാസികളോട്, ജനങ്ങളോട് LDFന് യാതൊരു വിരോധമില്ല. അത് UDF ഭരിച്ച കാലമുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഭരിക്കുന്നത് LDF ആകുമ്പോൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് LDFിലേതാകുമ്പോൾ ഈ തിരൂർ നഗരസഭക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത്രയേറെ ഒരു നഗരസഭ എന്നുള്ള നിലയിൽ സാധാരണ നിലക്കുള്ള ഒരു നഗരസഭയല്ല, മറിച്ച് ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആകാൻ തക്ക വിധത്തിലുള്ള പ്രാധാന്യം, അതിന്റെ സൗകര്യം, സംവിധാനം, നികുതിയുടെ വർദ്ധനവ്, ഇതെല്ലാം ഉള്ളതാണ് നഗരസഭ. തിരൂർ നഗരസഭയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ ഒരു ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഉണ്ട്. എന്താണ് ഗൾഫ് മാർക്കറ്റ് അല്ലേ? ഞാൻ അതൊന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു നഗരസഭയിലും ഇല്ല അത്തരത്തിൽ ഒരു മാർക്കറ്റ്. ആയിരക്കണക്കിന് ആളുകൾ വരികയും പോവുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, ഇത്രയും വളരെ മോഡേൺ ആയിട്ടുള്ള ആധുനിക ഉപകരണങ്ങളടക്കം ലഭിക്കുന്ന ഒരു വലിയ മാർക്കറ്റ് തിരൂരിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ. അത് കേരളത്തിൽ മറ്റൊരു നഗരസഭക്കകത്തും, കൊച്ചി കോർപ്പറേഷനിലൊക്കെ അത് വേറെയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ലുലുവിന്റെയും അതുപോലെ ഷോപ്പിംഗ് മാളും ഒക്കെ ഉണ്ട്. പക്ഷെ ആദ്യകാലം മുതൽക്കുള്ള ഒരു വലിയ മാർക്കറ്റാണ് നമ്മുടെ തിരൂരിലുള്ളത്. ഇവിടെ എത്രയെത്ര ഹോട്ടലുകളാണ്. ഞാൻ തിരൂരിൽ ഞങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ വന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ മഹിളാ സംഘടനയുടെ പരിപാടി വന്നപ്പോഴും ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ വിചാരിക്കും, ഒരു നഗരസഭക്കകത്ത്, കണ്ണൂർ നഗരസഭയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ കണ്ണൂരിൽ നിന്ന ഒരാളാണല്ലോ, ഇത്രയുമേറെ ഹോട്ടലുകളും ഇത്രയേറെ സംവിധാനങ്ങളും ഇത്രയേറെ വിപുലമായ പദ്ധതികളും എല്ലാം കൊണ്ടുവന്ന ഒരു നഗരസഭക്കകത്ത് അത് നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് നമ്മൾ പറയും. ഭരിക്കാൻ അറിയുന്നില്ലെങ്കിൽ ഒരു കാര്യം അവർ ചെയ്യേണ്ടിയിരുന്നത്, എനിക്കിത് ഇത്രയും വിപുലമായ സാധ്യതകളുള്ള നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ രാജിവെച്ച് പോവുകയാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ അവർ പറയുന്നത്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അവിടെ കുത്തിയിരുന്നിട്ടുണ്ട് കാര്യം. നസീമാനോ മറ്റാണ്. ഞാൻ ആ സഹോദരിയോട് എനിക്ക് വേറെ വിരോധം ഉണ്ടായിട്ടല്ല. 5 കൊല്ലം കൊണ്ട് അതിനു മുൻപ് വന്നിട്ടുള്ള ഗിരീഷിന്റെ കാലത്ത് കൊണ്ടുവന്ന ആ വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോ ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവർ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഏറ്റവും മിതമായ ആവശ്യത്തോട് പോലും മനുഷ്യനാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നഗരസഭയിലെ 3 വർഷമായിട്ട് തെരുവ് വിളക്ക് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നഗരസഭയ്ക്ക് ഇതെങ്ങനെ താങ്ങാൻ പറ്റും? എങ്ങനെയാണ് ആളുകൾ ധൈര്യം തീർന്ന് നടക്കുക? പ്രത്യേകിച്ച് ഇക്കാലത്ത് നാട്ടിലങ്ങ് തലക്കും വിലക്കും പട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രദേശമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എല്ലാം നടക്കാനിറങ്ങുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾ നിർഭയം എങ്ങനെ നടക്കും? തെരുവ് വിളക്ക് വേണ്ടേ? ആദ്യം ഒരു നഗരസഭ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എത്ര വാർഡുകളുണ്ടോ? 35 വാർഡുകളാണ് ഉള്ളതെങ്കിൽ ആ 35 വാർഡുകളിലും ആവശ്യമായിട്ടുള്ള തെരുവ് വിളക്കുകൾ വെക്കണം. അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്, അത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല. അവരാരോട് പറയും? പ്രതിപക്ഷ വാർഡുകൾ മാത്രം നോക്കിയിട്ടല്ല, ഭരണപക്ഷമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കായിരുന്നു, ഒരു പാർശ്വാലിറ്റി കാണിക്കുകയാണ് അവര് പ്രതിപക്ഷത്തെ കൊടുക്കുന്നത്. ഇത് പ്രതിപക്ഷത്തുമില്ല, ഭരണപക്ഷത്തുമില്ല. ഇത് മാത്രമാണോ? ഫയലുകൾ ഇവിടെ നഗരസഭക്കകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ നിന്നും മനസ്സിലാക്കിയതല്ല. ഇങ്ങനെ ഒരു ധർണ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ ഫയലുകൾ നീങ്ങാറില്ല. ഫയലുകൾ നീങ്ങണമെങ്കിൽ കനം കൂടുതൽ വേണം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. കനം കുറച്ച് വേണം, അല്ലെങ്കിൽ ഇത് നീങ്ങില്ല.
കരാറുകാരോടൊക്കെ നമുക്ക് എന്തായാലും ഭരണാധികാരികൾ എപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷെ അമിതമായിട്ടുള്ള ഒരു നിലയിലേക്ക് അവരുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അവർ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാത്തവരെ, ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടുന്നവരെ പോലും വീണ്ടും അവർക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കീശ വീർപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ചെയർപേഴ്സണും ഭരണാധികാരികളും കൊടുക്കുന്നുള്ളതാണ്. അഴിമതി കുറച്ച് കൂടുതലാണ് ഇവിടെ എന്നാണ് കേൾക്കുന്നത്. സാധാരണ പൊതുവെ തന്നെ ഈ ചില പഞ്ചായത്തുകളെ സംബന്ധിച്ചും ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കുറിച്ചും ഇപ്പൊ വനിതകൾ ഉൾപ്പെടെ ചിലർ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോ വസ്തുതകളൊന്നും രണ്ടൊന്നും പറയാൻ പറ്റില്ല. ചില പ്രദേശങ്ങളിലെല്ലാം അഴിമതി നടത്തുന്നു, നഗരസഭയിൽ നടത്തുന്നു. നഗരസഭയിൽ അഴിമതി നടക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ നഗരസഭയുടെ വരുമാനത്തെയാണ് സാധാരണ ഒരു നഗരസഭയുടെ വരുമാനമല്ല തിരൂർ നഗരസഭക്കുള്ളത്. ഓൺ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു നഗരസഭയാണ് തിരൂർ നഗരസഭ. ഏത് പദ്ധതി വേണമെങ്കിലും, നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും സ്ത്രീകൾക്ക് വേണമെങ്കിലും എല്ലാ വാർഡുകളിലും ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ടാക്കാം. പണമുണ്ട്. പണം വരുമാനമുള്ള, സ്വന്തമായി വരുമാനമുള്ള ഒരു നഗരസഭയാണ്. ആ നഗരസഭക്കകത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 4-4.25 കൊല്ലമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഒന്നിനും തന്നെ പ്രശ്നങ്ങളിലൂടെ മുഖത്തിരിക്കുകയും ഒരു പ്രശ്നവും പരിഹരിക്കുകയും ചെയ്യുകയില്ല എന്ന രൂപത്തിലാണ് പോകുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നഗരസഭ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ എത്തുക? ജനങ്ങൾക്ക് ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന UDF പ്രതിനിധികൾ ഇവരെ എനിക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇടപെടണം. ഇതെന്താണ് ഇങ്ങനെ അഴിമതി നടക്കുന്നത്? നിങ്ങൾ എന്താണ് തെരുവ് വിളക്കുകൾ കത്തിക്കാത്തത്? നിങ്ങൾ എന്താണ് ചില പദ്ധതികൾ ഓരോ വാർഡിനകത്തും ജനകീയമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പദ്ധതികൾ കൊണ്ടുവരാത്തത്? കുടിവെള്ള പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഓരോന്നും ദൈനംദിനം ജനങ്ങളുടെ ജീവിതത്തിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വാർഡ് മെമ്പർമാർ, കൗൺസിലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 35 വാർഡ് മാത്രമാണ് 40 വാർഡുകളാണെങ്കിൽ ആ 40 വാർഡുകളിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നഗരസഭാ ചെയർമാൻ തയ്യാറാവണം. അവിടെയാണ് വിജയം. ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ വിജയം കുടികൊള്ളുന്നത് ജയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നഗരസഭയുടെ ആകെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ആത്മാർത്ഥമായി സത്യസന്ധതയോടെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. വോട്ട് വാങ്ങിയാൽ മാത്രം പോരാ. ജനങ്ങൾ ചിലപ്പോൾ വോട്ട് കൊടുത്തു എന്ന് വരും. അതല്ല, പലതരത്തിലുള്ള ഘടകങ്ങൾ അതിൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുണ്ടായതുകൊണ്ട് മാത്രമല്ല, പലതരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, കഷ്ടം, എന്റെ വിലയേറിയ വോട്ട് ഞാൻ എന്തിനു പാഴാക്കി. തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നുണ്ടാവും. ഈ തരത്തിൽ ഏറ്റവും അന്യായമായ, മിതമായ ഒരാവശ്യം പോലും 3 കൊല്ലമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഈ നഗരസഭയുടെ, തിരൂർ നഗരസഭയുടെ ഭരണാധികാരി അല്പം മാന്യത ഉണ്ട് എങ്കിൽ അവര് തൽക്ഷണം രാജിവെച്ചു പോവുകയാണ് വേണ്ടത്. അവര് പരാജയമടഞ്ഞിരിക്കുന്നു, അവര് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ എല്ലാവരും രാജിവെക്കണമെന്നല്ല, ചെയർമാൻ എന്നുള്ള നിലയിൽ അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാത്ത തിരൂർ നഗരസഭയുടെ ചെയർമാനെ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അവർ രാജിവെച്ചൊഴിയണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യം. അങ്ങനെ ഒഴിയുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. അവരുടെ ആളുകൾ പറഞ്ഞിട്ട് തന്നെ അവര് കേൾക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോകരുത്, ഇത് ശരിയല്ല എന്നെല്ലാം പറഞ്ഞാൽ ചില നല്ല നിറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അവര് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ നമ്മുടെ മൂപ്പത്തി തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരായിരിക്കും ഈ UDFന്റെ തിരൂർ നഗരസഭയിലെ കോടാലിക്കൈ. തിരൂർ നഗരസഭയിൽ UDFന്റെ പരാജയത്തിന്റെ കോടാലിക്കൈയായി നമ്മുടെ ഈ ചെയർമാൻ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു സംശയവും അതിന് വേണ്ട. അതുകൊണ്ട് UDFന്റെ ഭരണസമിതി ഏറ്റവും ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി
വേണ്ടി പ്രവർത്തിക്കാൻ ലീഗ് നേതൃത്വവും UDF നേതൃത്വവും ഇടപെടണം. ഇങ്ങനെ ഒരു ഭരണാധികാരി യാതൊരു തരത്തിലും ജനങ്ങളെ കേൾക്കാതെ ജനപ്രതിനിധികളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം നഗരസഭാ ചെയർമാന് ഇവിടെ കയറാൻ തന്നെ എന്താണ് എന്ന് കയറിയത് കൊണ്ട് എന്താ ഗുണം, കയറാത്തോണ്ട് എന്താ ഗുണം? ഇപ്പൊ ഇവിടെ 6 മണി മുതൽ ഉപരോധം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വിചാരിച്ചു പോയി, ഗിരീഷ് പറയുന്നത് കേട്ട് ഞാൻ വിചാരിച്ചു പോയി, ഈ ഓഫീസിലുള്ളവരും ജനപ്രതിനിധികളും എല്ലാം ഇവിടെ കയറിയാൽ എന്താ ഗുണം, കയറിയില്ലെങ്കിൽ എന്താ ഗുണം? രണ്ടും ഒരുപോലെയാണ്. വലിയ വ്യത്യാസമില്ല. കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് നഗരസഭക്കകത്ത് ജോലി നടക്കുന്നില്ല, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. ഇത് ഓരോന്നായിട്ട് ഗിരീഷ് ഇവിടെ പറഞ്ഞു. ഇത്തരം ഒരു സന്ദർഭത്തിൽ വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു ഉപരോധ സമരം ഏറ്റെടുത്തത് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അവസരോചിതമായി ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഏറ്റവും അവസരോചിതമായി ഈ ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഒരു സമരം നടത്തിയത് തീർച്ചയായും ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് കൂടുതൽ വിശദീകരിക്കാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ സംസാരിക്കാനുണ്ട്, അവർക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഇന്നിപ്പോ ഇവിടെ തിരൂർ നഗരസഭയുടെ മുൻപിൽ നടക്കുന്ന ഈ ഉപരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ നഗര നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, തിരൂരിൽ ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വേണ്ടുന്ന ജില്ലാ ആശുപത്രി ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ, ടൗൺ ഹാൾ ഉൾപ്പെടെ ഉള്ള ഈ തിരൂർ നഗരസഭക്കകത്ത് എത്ര കോടി രൂപ വരുമാനമുണ്ടായിട്ടും ജനകീയ പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്ന നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവരത് മതിയാക്കണം. ആ സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിയണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ ധർണ, ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.